പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. ഇന്നത്തെ വചനം യെശയ്യാ 8:10. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനം എടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നമുക്കെതിരെ ആരൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊന്നും നമ്മളെ ഏശുകയില്ല. ഈശോ നമ്മെ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും. കർത്താവാണ് നമ്മുടെ ഇടയൻ. കർത്താവ് നമ്മോടുകൂടെ ഉള്ളപ്പോൾ ആര് നമ്മൾക്ക് എതിര് നിൽക്കും? ആർക്ക് നമ്മൾക്ക് എതിര് നിൽക്കാൻ സാധിക്കും? കാരണം ഈ ഭൂമിയിലെ സകലത്തിനെയും സൃഷ്ടിച്ചവനാണ് കർത്താവ്. ആ കർത്താവിൻ വിശ്വാസമർപ്പിച്ച് നീതിപൂർവം ജീവിക്കുന്ന ഒരുവനെ കുതന്ത്രങ്ങളാൽ കുടുക്കുവാൻ ഈ ഭൂമിയിലെ കുതന്ത്രം മെനയുന്നവർക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ നീതിമാനെ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനെ എന്നും കാത്തുകൊള്ളും. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. എടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെശയ്യാ 1:16 നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. അപ്പോൾ നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ എന്താ? പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുവിൻ. പരിശുദ്ധാത്മാവിനാൽ കഴുകി വെടിപ്പുള്ളവനാകുവിൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനാൽ കഴുകി വെടിപ്പാക്കപ്പെടുന്നത്? അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു മനസ്താപമുള്ള, പാപങ്ങളെ വെറുക്കുന്ന, മതി കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയി നടന്നിട്ട് എനിക്ക് ഒന്നും ലഭിച്ചില്ലല്ലോ, അങ്ങ് ഇനിയുള്ള ശിഷ്ടകാലം അങ്ങ് എന്നെ നയിക്കണമേ, എനിക്ക് അങ്ങ് നൽകുന്നത് മതി, അതെന്ത് തന്നെ ആയിരുന്നാലും ഇറ്റ്സ് ഓക്കെ വിത്ത് മീ. ആ മുടിയനായ പുത്രൻ പന്നിക്കൂട്ടിൽ നിന്നെല്ലാം എണീറ്റ് അവൻ്റെ പിതാവിലേക്ക് പോകുന്നത് പോലെ ഒരുകുന്ന മനസ്സോടെ പശ്ചാത്തപിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിയുക. അപ്പം അതിന് ആദ്യം ചെയ്യേണ്ടത് ദിവസവും കുറച്ച് സമയം കർത്താവിൻ്റെ മുമ്പിൽ മൗനമായിട്ടിരിക്കുക. ഇതാ ദൈവമേ, ഇതാ കർത്താവേ, ഇതാ ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഐ സറണ്ടർ ടു യു എന്ന് പറഞ്ഞ് കുറച്ച് നേരമൊക്കെ മൗനമായി ധ്യാനിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കഴുകി വെടിപ്പാക്കും. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. യെശയ്യാ 1:16 നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. ഈ കഴുകൽ
ഒരു പ്രാവശ്യത്തെ ഒരു പ്രക്രിയയല്ല. അപ്പം നമ്മൾ ഏഹ്, ദിവസവും മലയാളികളൊക്കെ 2 നേരം കുളിക്കുന്ന ആൾക്കാരാണ്. കാലത്തും വൈകിട്ടും. അപ്പം നിരന്തരം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, ധ്യാനിക്കുക. ധ്യാനത്തിലൂടെ, വചനധ്യാനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിലെ നമ്മൾ പോലും കാണാത്ത ഓരോ ഇടുങ്ങിയ അറകളിലും പ്രകാശം പരത്തുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ അപേക്ഷ ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ ദൈവം. വീണ്ടും യെശയ്യാ 1:18 കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ 1:18 കർത്താവ് അരുളിച്ചെയ്യുന്നു, വേറെ ആരുമല്ല, കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നീ എന്നിൽ നിന്ന് മുഖം മറച്ച് നിൽക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ ഈ നിമിഷം മുതൽ ലെറ്റ് us ബി ഫ്രണ്ട്സ് അഗൈൻ. നമുക്ക് രമ്യതപ്പെടാം. നമ്മൾ തമ്മിൽ സ്നേഹത്തോടെ വർത്തിക്കാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. എത്ര കഠിന പാപിയാണെങ്കിലും പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഈ പാപത്തിൽ വസിക്കേണ്ട, പാപത്തിൻ്റെ കുറ്റബോധത്തിൽ വസിക്കേണ്ട കർത്താവ് നമ്മളെ വിളിക്കുന്നു. അനുതപിക്കുന്ന ഹൃദയത്തോടെ അവനിലേക്ക് തിരിയുക. അവനിൽ രക്ഷയുണ്ട്. ഏത് പാപിക്കും അവനിൽ രക്ഷയുണ്ട്. അവൻ പാപികളെ തേടി വന്നവനാണ്, നീതിമാന്മാരെ തേടി വന്നവനല്ല. കർത്താവ് നമ്മളെ വിളിക്കുന്നു. കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കർത്താവിനെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരെങ്കിൽ നമ്മൾ ഐശ്വര്യം ആസ്വദിക്കും. വീണ്ടും പറയുന്നു യെശയ്യാ 25 ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. കർത്താവ് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്നു. കുറ്റബോധത്തിൽ ജീവിച്ചു തീർക്കേണ്ടതല്ല നമ്മുടെ ഈ ജീവിതം. കർത്താവ് യഥാർത്ഥ ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നമ്മളെ നിരന്തരം ക്ഷണിക്കുന്നു. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ അനുദിനം സ്നാനപ്പെട്ട് നമുക്ക് ക്രിസ്തീയ മാർഗത്തിൽ നമുക്ക് പുരോഗതി കൈവരിക്കാം.
കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും നമുക്ക് ആസ്വദിക്കാം. ഈ ഒരു ജ്ഞാനം സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് വേദപുസ്തകം എടുത്തു വെച്ച്, പറ്റുമെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച്, ഏതെങ്കിലും ഒരു വചനഭാഗം വളരെ സാവധാനം വായിച്ച്, പറ്റുമെങ്കിൽ അതൊന്ന് എഴുതിയെടുത്ത് ആ ദിവസം മുഴുവൻ ആ വചനം വീണ്ടും വീണ്ടും ഹൃദിസ്ഥമാക്കി ആ വചനത്താൽ പ്രചോദിതരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതൊരു ഡെയിലി പ്രാക്ടീസ്, ഒരു അനുദിനം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയായി മാറട്ടെ. കർത്താവ് പറയുന്നു, മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് കർത്താവിന് ഇഷ്ടം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ള കർത്താവ് നമ്മളുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് we can create or develop a personal relationship with Jesus Christ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പരിശുദ്ധാരൂപിയാൽ സ്നാനപ്പെടുവാനും നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളയാനും വീണ്ടും ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അനുരൂപനാവാനും എല്ലാം നമുക്ക് സാധിക്കും. God bless all of us. Amen.